മതി നിന്റെ വിശദീകരണം. എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്ന എന്റെ അമ്മയുടെ മനസ്സ് നീ മനസ്സിലാക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതിയത്. എനിക്ക് തെറ്റി. എന്റെ അമ്മയോട് പുറമേ നീ കാണിക്കുന്ന സ്നേഹബഹുമാന പ്രകടനങ്ങളെല്ലാം കള്ളം. നിന്നെ മരുമകളായി അംഗീകരിക്കാത്തതിന് പകപോക്കുന്നതോ അതോ തൃച്ചംബരത്തെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന് എന്നോട് പകരം വീട്ടുന്നതോ? സ്വന്തം മകൻ വെറും 100 കോടിക്ക് തലകുനിച്ച് നിൽക്കരുതെന്ന് കരുതി ഞാൻ അറിയാതെ ഷുവറ്റി ഒപ്പിട്ട് പോയതാ എന്റെ അമ്മ. അമ്മ നൽകി ആ ഷുവറ്റി വലിച്ചു കീറി എറിഞ്ഞത് എന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് നീ ധരിച്ചെങ്കിൽ അത് നിന്റെ വിവരക്കേടാ. 17 കമ്പനികളുടെ ഉടമയായ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ വിളിച്ചു വരുത്തി ഷുവറ്റി ഒപ്പിട്ട് വാങ്ങാൻ തക്ക വിധത്തിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു കമ്പനിയും വളർന്നിട്ടില്ല. അതാ ഞാൻ വലിച്ചെറിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കണം. മാറോ, എനിക്കൊരല്പ സ്വസ്ഥത വേണം. ഹലോ, നിന്നോടാരാ കല്യാണിയുടെ പേരിലുള്ള പേറ്റന്റിന്റെ സ്റ്റേ നീക്കാൻ പറഞ്ഞത്? സ്റ്റേ വാങ്ങിയത് നീയായിരുന്നോ? ബ്രോ. എന്ത് ബ്രോ? നിന്നെ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കെതിരെ കോടതി പോവാൻ? ഇനി മേലാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇറങ്ങിയേക്കരുത്. മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. എന്നിട്ടും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ? സോറി ബ്രോ. നീ ഫോണിങ് വന്നേ. ഹലോ ആനന്ദ്, ഇത് ഞാനാ സുബ്രു. ഓ, അപ്പോ നീയും കൂടെ ചേർന്നിട്ടുള്ള പണിയായിരുന്നല്ലേ? എടാ, ഏതായാലും വളരെ മോശമായിപ്പോ. നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? സ്വന്തം മകൻ അമ്മയ്ക്കെതിരെ കോടതിയിൽ. ആനന്ദേ, നമ്മളല്ലല്ലോ, ആന്റിയല്ലേ ആദ്യം കോടതിയിൽ. ആണെങ്കിൽ അത് കമ്പനി കാര്യമാ, വ്യക്തിപരമായ കാര്യമല്ല. ആനന്ദേ, നീ എന്താ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ? ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കല്യാണി, എന്തൊക്കെ പറഞ്ഞാലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്റെ അമ്മയാണ്. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തോൽപ്പിച്ച എന്റെ അമ്മ. ഞാൻ പറയാറില്ലേ നിന്നോട്, നീയും അമ്മയും എനിക്കെന്നെ 2 കണ്ണുകൾ പോലെയാണെന്ന്? അത് ഇന്നെന്നല്ല, എന്നും അങ്ങനെ തന്നെയായിരിക്കും. കല്യാണി, നീ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ. അങ്ങനെയുള്ള നീ അമ്മയ്ക്കെതിരെ ഒരു പേപ്പർ ഒപ്പിട്ട് നൽകാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആരാവും കല്യാണി? എന്താ കല്യാണി ഇത്?
പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചു പോയതാ. ആ സമയത്ത് അമ്മ മാത്രമായിരുന്നു മനസ്സിൽ. അറിയാതെ പറ്റുന്ന തെറ്റ് ദൈവങ്ങൾ പോലും ക്ഷമിക്കും. എന്റെ കല്യാണി എന്നോട് വേദനിച്ചോ എന്റെ ചെമ്പരത്തിക്ക്? സാരമില്ല, പോട്ടെ. എന്നെ വേദനിപ്പിച്ചത് മല്ലുവിന്റെ വാക്കുകളാ. സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യം മല്ലുവിന്റെ നാവിന്ന് വീണപ്പോ ഇത് ആദ്യത്തേതോ അവസാനത്തേതുവാ. ഇനി ഒരിക്കലും ഞാൻ കാരണം ഈ മനസ്സ് വേദനിക്കുകയോ ഈ കണ്ണ് നിറയോ ഇല്ല. സത്യം. എക്സ്ക്യൂസ് മീ മാഡം, മാഡം കോഫി. പറയ്, നിനക്കെന്താ വേണ്ടത്? ആന്റി ഗുഡ് മോർണിംഗ്. ഇത് പറയാനാണോ നീ വിളിച്ചത്? ഇന്നലെ നീ നിന്റെ മുഖത്ത് സ്വയം വാരിത്തേച്ച കരിയൊക്കെ തുടച്ചു കളഞ്ഞോ? ആന്റി, കരി എന്റെ മുഖത്തല്ലല്ലോ വീണത്, ആന്റിയുടെ മുഖത്തല്ലേ. അതും ആന്റിയുടെ പുന്നാര മകൻ കാരണം. ഓ, എന്തായിരിക്കുമെന്നല്ലേ? അമ്മ അറിയാതെ രഹസ്യ കല്യാണം നടത്തി കുടുംബത്തിന്റെ പാരമ്പര്യവും അന്തസ്സും കളഞ്ഞു കുളിച്ച് ഒടുവിൽ ആന്റി അവരെ വെല്ലുവിളിച്ചിട്ട് പോയ മകന് വേണ്ടി ഷുവറ്റി കൊടുക്കാൻ വന്നല്ലോ. ആ മനസ്സ് സമ്മതിക്കണം. പക്ഷേ ആനന്ദ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഒരു ഔദാര്യവും വേണ്ടെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് കീറിക്കളഞ്ഞ കാര്യം അഖിലാന്റി അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, ആനന്ദ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ കള്ളം പറയാ. ആനന്ദിന്റെ കാര്യത്തിൽ ഞാൻ ആന്റിയോട് കള്ളം പറയൂ? അങ്ങനെ കള്ളം പറഞ്ഞാൽ ആന്റിയുടെ പ്രതികരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഞാൻ പറഞ്ഞത് ആന്റിക്ക് വിശ്വാസം ആയില്ലെങ്കിലേ ആന്റിയുടെ മകനോട് തന്നെ വിളിച്ച് ചോദിച്ചു നോക്ക്. ആന്റി, എന്താ ആന്റി ഒരനക്കവും ഇല്ലാത്തത്? ഒരു കാര്യം ചെയ്യും, ആ മുഖത്ത് പറ്റിയിരിക്കുന്ന കരി നന്നായിട്ടൊന്ന് തുടച്ചു കളയാൻ നോക്ക്. അരവിന്ദ്, വായിരിക്കെ, ഫയൽ സൈൻ ചെയ്യാനുണ്ട്. വേണ്ടമ്മ, ആ കസാറിൽ ഞാൻ ഇരിക്കില്ല. കാരണം ബ്രോയോട് പറഞ്ഞതുപോലെ ഒരു കാലത്ത് അമ്മയുടെ ഔദാര്യം പറ്റി ഈ കസാരിൽ ഇരിക്കണ്ടെന്ന് എന്നോട് അമ്മ പറഞ്ഞാലോ? ഓ, അപ്പൊ മക്കള് രണ്ടുപേരും കൂടി അമ്മയെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? നീ അറിഞ്ഞോ, ആനന്ദിന്റെ പുതിയ പ്രോജക്റ്റിന് ഞാൻ ഷുവർട്ടി കൊടുത്ത ഡോക്യുമെന്റ്സ് അവൻ വലിച്ചു കീറി എറിഞ്ഞിട്ട് പോയി അത്രേ. ഇപ്പൊ എനിക്ക് മനസ്സിലായമ്മേ, എന്റെ ബ്രോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വയറ്റി പിറന്നത് തന്നെയാണെന്ന്. അടിച്ചിറക്കിയ അമ്മയുടെ ഔദാര്യത്തിന് കൈനീട്ടിയില്ലല്ലോ എന്റെ ബ്രോ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ്മാനുള്ള അവാർഡ് നേടിയ ആനന്ദ് ജോലി തേടി ഓരോരോ കമ്പനികളിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേണ്ടാന്ന് കരുതി എല്ലാം മറന്ന് പോയി ഷോറ്റ് നിന്നതാ ഞാൻ അവനു വേണ്ടി. ആനന്ദും നീയും ഒക്കെ അഖിലാണ്ടേശ്വരിയുടെ പേരിന്റെയും പദവിയുടെയും നിഴലായിട്ടാ ജീവിച്ചത്. അവൻ
അവന്റെ ഈഗോ. ആ ഈഗോയുടെ പേരില ഞാൻ കൊടുത്ത ഷുവർട്ടി വേണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ വന്ന 100 കോടിയുടെ പ്രോജക്റ്റ് തട്ടിയെറിഞ്ഞിട്ട് വന്നത്. അമ്മേ, മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലെന്നുള്ള പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അമ്മ? അമ്മയുടെ വയറ്റി പറഞ്ഞ തന്നെയല്ലേ ബ്രോ? അപ്പൊ ആ രക്തമാണല്ലോ ബ്രോയുടെ ശരീരത്തിൽ ഓടുന്നത്. അങ്ങനെയാവുമ്പോ ഈ അമ്മയുടെ ഗുണം തന്നെയായിരിക്കുമല്ലോ ബ്രോയ്ക്കും. അമ്മ ഈ ഓഫീസിൽ വെച്ച് ബ്രോയോട് പറഞ്ഞതെല്ലാം മറന്നുപോയോ? അമ്മയെ അനുസരിക്കാത്ത ഒരമ്മയുടെ ഈ പണവും പദവി അന്തസ്സും ഒന്നും അനുഭവിക്കേണ്ടെന്ന്. ബ്രോ അമ്മയുടെ ഷുവർട്ടി വേണ്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ എവിടെയെങ്കിലും കുറച്ച് സന്തോഷമെങ്കിലും വന്നിട്ടുണ്ടാവും തൃച്ചംബര തകിലാണ്ടേശ്വരിക്ക്. ബ്രോ ഒരു പക്ഷേ ആ ഷുവർട്ടി സ്വീകരിച്ചിരുന്നെങ്കിലേ ബ്രോയ്ക്ക് അമ്മയുടെ വീറും വൈരാഗ്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായേനെ അമ്മയ്ക്ക്. മോനെ, നീയും അമ്മയെ തോൽപ്പിക്കാൻ തന്നെയല്ലേ? സ്വയം തോൽക്കാൻ നിൽക്കുന്ന അമ്മയെ ഇനി തോൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അമ്മയുടെ കണ്ണീര് കൊണ്ട് മാത്രമല്ല അമ്മ ഒരു കുടുംബം മുടിയുന്നത്. മക്കളുടെ മനൊരുക്കുമ്പോൾ അടർന്നു വീഴുന്ന കണ്ണീരും കുടുംബത്തെ മുടിപ്പിക്കും. മോനെ, പണ്ടമ്മ മോനെ എന്ന് വിളിക്കുമ്പോ അതിലമ്മയുടെ വാത്സല്യം കിനിയായിരുന്നു. ഇപ്പൊ അതിന്റെ കാതുകൾക്ക് അരോചക. അരവിന്ദ്, അമ്മേ 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 അരവിന്ദ്, അമ്മ ഇപ്പൊ വീഴും. അമ്മയുടെ ഈ മോൻ ജീവിച്ചിരിക്കുമ്പോഴോ? सेठ जी, मैं आउटर स्टेशन हूँ. माँ जी को बुलाइए. ओके सेठ जी, ओके, आने के बाद बुलाऊंगा. ठीक है. വല്യുഞ്ഞെ, ചായ. കമ്പനിക്കാര്യത്തിന് ഇപ്പോഴും വല്യുഞ്ഞിനെ തന്നെയല്ലേ എല്ലാരും വിളിക്കുന്നത്? അനിയും കുഞ്ഞോ, വാ അനിയും കുഞ്ഞെ, ഞാൻ ചായ എടുക്കാം. വേണ്ട രണി, ചായപ്പ ഞാൻ കുടിച്ചേ ഉള്ളൂ. അനിയും കുഞ്ഞിരിക്കെ. സോറി ബ്രോ, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഹെർബൽ ബ്യൂട്ടി പ്രൊഡക്റ്റിലെ കല്യാണിന്റെ പേരിലുള്ള പാറ്റേണില് അമ്മ സ്റ്റേ വാങ്ങിയപ്പോ അപ്പോഴുള്ളൊരു വികാരത്തില്. എന്ത് വികാരം? നിനക്കൊരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്തിന്? ഇവള് പോലും പറഞ്ഞില്ല. കല്യാണിയെ കൊണ്ട് ഞാനും നന്ദനെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ച്. അത് തൽക്കാലം ബ്രോയോട് പറയണ്ടെന്ന് പറഞ്ഞ ഞാൻ തന്നെയാ. എന്തിന്? എന്റെ കൂടെപ്പറപ്പ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സഹിക്കാനാവാത്തോണ്ട്. ഞാനും സുബോണനൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാന്ന് പറഞ്ഞിട്ട് അത് കടമായിട്ട് പോലും ബ്രോ സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ. എന്ന് വെച്ചാ അമ്മയെ തോൽപ്പിക്കാൻ ഇറങ്ങണോ? അതിന് തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതല്ല ബ്രോ. ഔദാര്യത്തിലല്ല, അവകാശപ്പെട്ടത് കൈവിട്ട് കളയാതിരിക്കാനാണ് ശ്രമിച്ചത്. ഇതിൽ എനിക്കൊരു ന്യായമുണ്ട് ബ്രോ. തോൽപ്പിച്ചിറക്കി വിട്ട കൂടപ്പറപ്പിനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള പ്രതികാരം. ആരെ തോൽപ്പിച്ചെന്നോടാ നീ പറയുന്നേ? അമ്മ എന്നെയോ? ഒരിക്കലുമല്ല. തോറ്റത് അമ്മയാ. മനഃപൂർവ്വം അല്ലെങ്കിലും തോൽപ്പിച്ചത് നമ്മളെല്ലാരും കൂടിയാണ്.